അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പൊ ആദ്യത്തിന് ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് 1 കപ്പ്. അപ്പൊ ശർക്കര ഏത് കപ്പിലാണോ അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിന്റെ അളവിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഞാനിപ്പോ ഓർഗാനിക് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിച്ച ശർക്കര ആയതുകൊണ്ട് ഒന്ന് തിളച്ച് ചൂടായി വരുന്ന സമയത്ത് തന്നെ ഉരുക്കി കിട്ടും. നൂൽപ്പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. ശർക്കര എല്ലാം ഒന്ന് തിളച്ച് ഉരുക്കി കിട്ടിയാൽ മാത്രം മതി. നിങ്ങൾ ഗ്ലാസിന്റെ അളവിലാണ് മാവ് അളന്നെടുക്കുന്നതെങ്കിൽ ആ ഗ്ലാസിന്റെ അളവിൽ തന്നെ ബാക്കിയെല്ലാം അളന്നിട്ട് എടുക്കാം. ശർക്കര എല്ലാം ഉരുകി തിളച്ച് വന്നിട്ടുണ്ട്. കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയെ കൂടി അരിച്ചു വെക്കാം. ഇപ്പൊ ഓർഗാനിക് ശർക്കര ആയതുകൊണ്ട് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ല. അപ്പൊ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നല്ലതുപോലെ ഇതിന്റെ ചൂടൊന്ന് മാറണം. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ റേഷൻ കടയിൽ നിന്നും വാങ്ങുന്ന ഗോതമ്പിന്റെ ആട്ടപ്പൊടിയാണ്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് 1.25 കപ്പ് ആട്ടപ്പൊടിയാണ് വേണ്ടത്. അപ്പൊ ആട്ടപ്പൊടി ഇങ്ങനെ വെറുതെ നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങൾ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കുക. അതിന്റെ മുകളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന് 1.25 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1.25 ഗ്ലാസ് ഗോതമ്പ് പൊടി അളന്നിട്ട് എടുക്കുക. നമ്മൾ 1.25 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1.25 ഗ്ലാസ് ആട്ടപ്പൊടി എടുക്കുക. ഗ്ലാസിന്റെ അളവിലായിരിക്കണം ശർക്കരയെല്ലാം അളന്നെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ മാത്രം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അല്ല, ബേക്കിംഗ് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പങ്ങ് കൂടി പോവരുത്. ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ റേഷൻ കടയിൽ നിന്നും വാങ്ങിയ ഗോതമ്പ് ആട്ടപ്പൊടി ആയതുകൊണ്ട് കണ്ടില്ലേ ചെറിയ തരികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അരിച്ചെടുക്കുമ്പോൾ അതങ്ങ് മാറി കിട്ടിക്കോളും. വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഞാൻ ഒറ്റ പ്രാവശ്യം അരിച്ചെടുക്കുന്നുള്ളൂ. ആട്ടപ്പൊടി ഇതാ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമ്മൾ കേക്ക് തയ്യാറാക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു ചായപാത്രത്തിലാണ്. പഴയ ഒരു ചായപാത്രം, കൈപിടിയൊന്നും ഇല്ലാത്ത ഒരു പഴയ ചായപാത്രമാണ് എടുത്തിട്ടുള്ളത്. എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ പഴയ ഒരു ചായപാത്രം. അപ്പോൾ അതെടുക്കുക. ചായപാത്രം വേണോ നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു പഴയ പാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ കേക്ക് ടിന്നായാലും മതി. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ആ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നെയ്ക്ക് പകരമായിട്ട് ബട്ടർ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ എടുക്കാം. നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്ത പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ആട്ടപ്പൊടി ഇട്ട് ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുത്താലും മതി. പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും ആട്ടപ്പൊടി തട്ടിക്കുടഞ്ഞതായി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എക്സ്ട്രാ ഉണ്ടെങ്കിൽ മാവ് മാറ്റിക്കളയുക. തട്ടിക്കുടഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും കുറച്ച് മാവ് ഉണ്ടാവുമല്ലോ, തട്ടിക്കളയുക. ഇനി നമ്മൾ അരിച്ചു വെച്ച ആട്ടപ്പൊടിയിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനിയിൽ അതിന്റെ ചൂട് നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ആദ്യം പകുതി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ബാക്കി ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത ശർക്കര പാനി കറക്റ്റ് അളവാണ്. ഇതുപോലെ നമ്മൾ കേക്കിന്റെ ബാറ്റർ റെഡിയാക്കി എടുക്കില്ലേ, ആ ഒരു രീതിക്ക് തന്നെയാണ് ഈ ഒരു കട്ടിക്ക് കേക്കിന്റെ നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്ന അതേ രീതിയിൽ തന്നെ ഇതുപോലെ
ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല. ബാറ്റർ അതാ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ആട്ടപ്പൊടി എല്ലാം കറക്റ്റ് എല്ലായിടത്തും ഒരുപോലെ ആണല്ലോ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് 1 കപ്പ് ശർക്കര പാനി മതിയാവും. നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത ശർക്കര പാനിയിലെ അളവിന് വ്യത്യാസം ഉണ്ടാവും. കുറച്ച് കട്ടി കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് പച്ചവെള്ളം, ചൂടുവെള്ളമല്ല പച്ചവെള്ളം ഒഴിച്ചിട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പാല് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പാലൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയുടെ തരി മാത്രം പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്ക പൊടിയാണ്. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എല്ലാ ഫ്ലേവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്ലേവറിലുള്ള എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ഇതിൽ എണ്ണയോ നെയ്യോ ബട്ടറോ ഒന്നും ചേർത്തിട്ടില്ല. ഇത് ആവിയിലാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ച് എണ്ണയോ നെയ്യോ ബട്ടറോ ഒക്കെ മതിയാവും. ഞാനിപ്പോ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. കേക്ക് അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും ഒന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിൽ. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ മതിയാവും. അപ്പൊ നമ്മളിത് ആവിയിലല്ല വേവിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. അപ്പൊ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 or 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. എണ്ണ തീരെ ഒഴിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് അങ്ങ് ഡ്രൈ ആയി പോകും. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് കട്ടിക്കുള്ള നെയ്യല്ലേ, അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള നെയ്യാണെന്നുണ്ടെങ്കിൽ 3 or 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, എന്നാൽ പിന്നെ കറക്റ്റായിട്ട് കിട്ടില്ല. നമ്മൾ തയ്യാറാക്കി വെച്ച പാത്രമില്ലേ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല. ആട്ടപ്പൊടി ഇട്ട് തട്ടിക്കുടഞ്ഞെടുത്ത ചായപാത്രത്തിലേക്ക് ഈ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു കട്ടിക്കാണ് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല ശക്തമായിട്ട് ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കുക. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കേക്കിന്റെ ബാറ്റർ തയ്യാറാക്കിയ സമയം തന്നെ ഇതുപോലത്തെ ഒരു പാത്രം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പാത്രത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ ഒരു റിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു തട്ടോ സ്റ്റാൻഡോ ഇതുപോലെ റിങ്ങോ വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മുടെ കേക്കിന്റെ ബാറ്റർ വെച്ച് കൊടുക്കാൻ. നടുഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കശുവണ്ടി പരിപ്പ് വെച്ച് കൊടുക്കുകയാണ്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ലോക്കും മീഡിയത്തിനും ഇടയ്ക്ക് വേണം ഫ്ലെയിം വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 30 മിനിറ്റ് ആയപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആവാത്തത് കൊണ്ട് ഒരു 5 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചൊന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഇവിടെയാണ് കുത്തി നോക്കിയത്. കുറച്ച് മാറി ഈ നടു സെൻറ്ററിലായിട്ട് ഒന്ന് കുത്തി നോക്കാം. ഫുള്ളായിട്ട് അങ്ങ് കുത്തി നോക്കുക. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ബേക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൂത്ത് പിക്കിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. മാവ് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് വീണ്ടും ഫ്ലെയിം കുറച്ച് വെച്ച് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. ഈ ചായപാത്രം നമുക്ക് പാത്രത്തിൽ നിന്നും എടുത്തു മാറ്റാം. നല്ലതുപോലെ ചൂട് മാറണം. അപ്പം നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പിടിച്ച് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചായപാത്രത്തിൽ നിന്നും കേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ റേഷൻ ആട്ടപ്പൊടി വെച്ചിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ വശം ഒന്ന് കട്ട് ചെയ്യാം. അതിന് നമുക്ക് കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കേക്കിൻ്റെ അടിഭാഗമൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. മൈദയോ മുട്ടയോ പാലോ പഞ്ചസാരയോ വാനില എസൻസോ ഒന്നും ചേർക്കാതെ റേഷൻ ആട്ടപ്പൊടിയും ശർക്കരയും വെച്ചിട്ടുള്ള ഈ കേക്ക് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്